ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ അഡീനിയം കുഞ്ഞുങ്ങളെ വീണ്ടും റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ലേ, അഡീനിയം വിത്തുകൾ ശേഖരിച്ചിട്ട് അതിൽ നിന്നും തൈകളുണ്ടാക്കി. ഏതാണ്ട് 80-85 തൈകളുണ്ടായിരുന്നു. ആ തൈകൾ തന്നെയും 60-65 തൈകളോളം നന്നായി കിട്ടി. ആ തൈകളിൽ നിന്നും കുറേ പേർക്ക് ഞാൻ വിതരണം ചെയ്തു. ബാക്കി വന്നത് ഇങ്ങനെ മുളപ്പിച്ച് നിർത്തിയേക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയവരുണ്ട്, അല്ലാതെ വീഡിയോ കണ്ടിട്ട് ആവശ്യപ്പെട്ടവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും അത് വിതരണം ചെയ്തതിന് ശേഷം വീണ്ടും ഞാനത് റിപ്പോർട്ട് ചെയ്തു. ആദ്യം ഞാനതൊരു പ്ലേറ്റിലാണ് വളർത്തിയത്. അത് കഴിഞ്ഞിട്ട് അത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് വളർത്തിയത്. അതിനുശേഷം അതിനെ എടുത്ത് വീണ്ടും ചെറിയ പോട്ടിലേക്കാക്കി. ചെറിയ പോട്ടല്ല, ഒരു ബേസിനിലേക്ക് വെച്ചു. ബേസിനാകുമ്പോൾ കുറച്ച് വിസ്താരമുള്ളൊരു ബേസിനാണ്. അതിനകത്ത് കുറേ തൈകൾ ഒന്നിച്ച് വളർത്തിയെടുത്തു. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും ഇപ്പോൾ എല്ലുപൊടി, ചാണകപ്പൊടി, മണ്ണ്, വേപ്പിൻ പിണ്ണാക്ക്, സാഫ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത പോട്ടിംഗ് മിശ്രിതത്തിൽ ഈ ഒരു ചട്ടിയിൽ 3-4 പ്ലാന്റ് വീതം വളരത്തക്ക രീതിയിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് വെച്ചു. ഇലകൾക്കൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, കാരണം ചെറിയ മഞ്ഞ കളറും ഒക്കെ വന്നു തുടങ്ങി. അതൊക്കെ ഇനിയിപ്പോൾ മാനേജ് ചെയ്ത് പോവും, നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല ഇതിങ്ങനെയൊക്കെ വിത്ത് പാകി ഇങ്ങനെ തൈകൾ ഉണ്ടാക്കാം എന്ന്. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഇങ്ങനെ. പിന്നെ ഈ തൈകൾ ഇതുപോലെ നമ്മളെ തെർമോക്കോളിൻ്റെ ബോക്സുകളൊക്കെ വരില്ലേ, സാധനങ്ങൾ കൊറിയർ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ബോക്സുകളും ഇതുപോലെ യൂസ് ചെയ്യാം. അതിൻ്റെ അടിവശത്ത് കിഴുത്തയിട്ടിട്ട് അതിൽ ഈ തൈകൾ ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചാൽ അതും നമുക്ക് സൗകര്യപ്രദമാണ്. ഒത്തിരി പോട്ടുകൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഒരു പോട്ടിൽ തന്നെ 3-4-5 ചെടികൾ അതിൻ്റെ വിസ്താരം അനുസരിച്ച്, അതിൻ്റെ വലിപ്പം അനുസരിച്ച് വയ്ക്കാവുന്നതാണ്. പാത്രത്തിൻ്റെ വലിപ്പവും ചെടിയുടെ വലിപ്പവും അനുസരിച്ച് ഒരു പോട്ടിൽ തന്നെ 2-ലധികം ചെടികൾ നട്ട് നമുക്ക് വളർത്താം. ഇങ്ങനെ വളർന്ന് ഇനിയും ഇതിൻ്റെ കോഡക്സൊക്കെ വലുതായി വീണ്ടും വലിയ ചെടിയാകുമ്പോൾ വീണ്ടും ഇതിനെ ഒരു പോട്ടിൽ 2 എണ്ണം വീതം വളർത്താം. അത് കഴിഞ്ഞ് ഒരു പോട്ടിൽ ഒരു ചെടി എന്ന കണക്കിന് നമുക്ക് വളർത്തിയെടുക്കാം. അത് നമ്മുടെ സൗകര്യം ആണ്. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു അഡീനിയം ചെടി കിട്ടും. ഇതുണ്ടോ, ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം ഇപ്പം അതിനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റി. അതിൻ്റെ കോഡക്സൊക്കെ കണ്ടോ, എന്താ ഭംഗിയില്ലേ. ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് ഒത്തിരി ബ്രാഞ്ചസും റീബ്രാഞ്ചസും ഉണ്ടാവുകയും വലിയ കോഡക്സ് ഉണ്ടാവുകയും നല്ല ഭംഗിയുള്ളൊരു ബോൺസായി പ്ലാന്റ് പോലെ ഈ ചെടികൾ വരികയും ചെയ്ത് ഇതിനൊക്കെ മൊട്ടുകളൊക്കെ ആയി തുടങ്ങി. അന്ന് പ്രൂൺ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടുകളൊക്കെ റിമൂവ് ചെയ്യണം. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു അഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൂൺ ചെയ്ത് അവിടെയൊക്കെ സാഫ് പുരട്ടി ഭംഗിയാക്കി എടുക്കണം. അങ്ങനെ ഇന്നത്തെ അഡീനിയം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അഡീനിയം വലിയ ചിലവില്ലാതെ, അധികം പ്രയാസമില്ലാതെ, നിത്യേന വെള്ളം കൊടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വയ്ക്കാൻ. സൂര്യപ്രകാശമാണ് ഇതിന് ഏറ്റവും അത്യാവശ്യം. പിന്നെ അതിനാവശ്യമായ വളങ്ങളും കൊടുത്ത് വളർത്തിയാൽ നമുക്ക് എന്നും ഇതിനകത്ത് പൂക്കൾ, മരുഭൂമിയിലെ റോസ് എന്നാണ് ഇതിന് അല്ലാതെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിലെ റോസ് ഇതിനെ എന്നും പൂവുണ്ട്, പക്ഷേ പൂക്കൾ എന്നും തന്നെ കൊഴിഞ്ഞു പോകും. നിരന്തരം പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വിവിധ വർണ്ണങ്ങളിലും അടുക്കും ഒറ്റ ദളവും ഒക്കെയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ.